ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 12 സീറ്റിൽ വിജയസാധ്യതയെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിലയിരുത്തൽ. വയനാട് ഒഴികെയുള്ള 3 സീറ്റുകളിൽ CPI ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. MC പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ഇടതുമുന്നണിക്ക് 12 സീറ്റിൽ വിജയസാധ്യതയെന്നുള്ള വിലയിരുത്തലിനപ്പുറം നടന്നത്? എന്താണ് വിശദാംശങ്ങൾ? പ്രവിത, ഇന്ന് രാവിലെ ചേർന്ന CPM സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നടത്തിയത്. ഇതിൽ ഇടതുമുന്നണിക്ക് വലിയ നേട്ടം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ് CPI എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്ന കാര്യം. 12 സീറ്റുകളിൽ ഇടതുമുന്നണി വിജയം ഉറപ്പാണ് എന്നതാണ് പ്രധാനമായും ഇന്ന് നടന്ന യോഗത്തിൽ ചർച്ചയായ കാര്യം. ഒപ്പം സംസ്ഥാനത്ത് CPI മത്സരിക്കുന്ന 4 സീറ്റുകളിൽ 3 സീറ്റും CPI സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ഈ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. തൃശൂരും മാവേലിക്കരയിലും വിജയം ഉറപ്പാണെന്നും തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്നതുമാണ് നിലവിൽ പാർട്ടിയുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് BJPക്ക് വലിയ സ്വാധീനം കാഴ്ചവെക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല എന്നും യോഗം വിലയിരുത്തി. LDFും ഒപ്പം UDFും തമ്മിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായിരുന്നത്. ഈ സാധാരണക്കാരൻ എന്ന നിലയിൽ പന്ന്യൻ രവീന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും കൂടിയാണ് CPI പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന് മാവേലിക്കര മണ്ഡലമാണ്. ചെറുപ്പക്കാരനെന്ന നിലയിൽ അരുൺകുമാറിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ CPI പറയുന്ന കാര്യം. മറ്റൊന്ന് തൃശ്ശൂരിലാണ്. ഈ മണ്ഡലത്തിൽ തന്നെ സുപരിചിതനായ VS സുനിൽകുമാറിന് വിജയം ഉറപ്പെന്നും ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ ജയിക്കാൻ കഴിയില്ലെങ്കിലും മികച്ച ഒരു പ്രവർത്തനം അല്ലെങ്കിൽ മികച്ച രീതിയിൽ ഇത്തവണ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുമെന്നും എന്തായാലും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിവിധ ബൂത്തുകളിൽ നിന്നടക്കമുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് യോഗം വിജയസാധ്യതകൾ വിലയിരുത്തിയത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നതാണ് പാർട്ടി കണക്കുകൂട്ടുന്ന കാര്യം. പ്രവിത. ശരി, MC പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.